അപ്പോൾ പ്രിയപ്പെട്ടവരെ, നല്ല നമസ്കാരം. നമ്മൾ മാനത്തേക്ക് വല്ല കാഴ്ചകളും നോക്കിയോ? നമ്മുടെ ചന്ദ്രേട്ടൻ അമ്പിളിയമ്മാവൻ ആകെ പ്രകാശപൂരിതമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് പൗർണമിയാണ്. ശരത്കാല പൗർണമി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം, വിളവെടുപ്പ് പൗർണമി. പക്ഷേ ഈ പൗർണമിയുമായി ബന്ധപ്പെട്ട് വേറെ ചില സംഭവങ്ങൾ മാനത്ത് നടക്കുന്നുണ്ട്. അതായത് ഇന്നാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. പക്ഷെ അത് ഇന്ത്യയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. യൂറോപ്പിലും മറ്റ് പ്രദേശങ്ങളിലാണ് കാണാൻ സാധിക്കുക. നമുക്കതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ 18, അതായത് ഇന്ന് നടക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ശാസ്ത്രജ്ഞർ അതീവ പ്രാധാന്യത്തോടെയാണ് ചന്ദ്രഗ്രഹണത്തെ കാത്തിരിക്കുന്നത്. ലോകമെമ്പാടും ഈ വർഷം സംഭവിക്കുന്ന രണ്ടാമത്തെ ചന്ദ്രഗ്രഹണമാണിത്. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുകയും ചന്ദ്രനിൽ നിഴൽ വീഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഇത് സാധാരണയായി ചന്ദ്രനെ ഇരുണ്ടതാക്കുന്നു. ചിലപ്പോൾ ചന്ദ്രന് ചുവപ്പ് കലർന്ന നിറമായിരിക്കും. തെളിഞ്ഞ കാലാവസ്ഥയും സമയവും അനുസരിച്ച് ചന്ദ്രഗ്രഹണം സാധാരണയായി എല്ലായിടത്തും ദൃശ്യമാകും. എന്നാൽ ഈ ചന്ദ്രഗ്രഹണം, അതായത് ഇന്ന് നടക്കുന്ന ചന്ദ്രഗ്രഹണം, ഇന്ത്യയിൽ ദൃശ്യമാകില്ല. യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഈ ചന്ദ്രഗ്രഹണം കാണാൻ അവസരം ലഭിക്കും. പൗർണമിയിൽ മാത്രം അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. പൗർണമി ദിവസം ഭൂമിയിടയിലും സൂര്യൻ, ചന്ദ്രൻ എന്നിവ ഇരുവശങ്ങളിലുമായി ഏകദേശം നേർരേഖയിൽ വരുന്നു. ഈ അവസരത്തിൽ ചന്ദ്രനിൽ പതിക്കേണ്ട സൂര്യപ്രകാശത്തെ ഭൂമി തടയുകയും ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലാവുകയും ചെയ്യും. ഇപ്രകാരം ചന്ദ്രൻ ഭൂമിയുടെ നിഴലിനുള്ളിലാകുന്നതാണ് ചന്ദ്രഗ്രഹണം എന്ന പ്രതിഭാസം. എല്ലാ പൗർണമിയിലും ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഇവ കൃത്യം നേർരേഖയിൽ വരാറില്ല. അപ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കാതെ അല്പം മാറിയാകും പതിക്കുക. അതിനാൽ എല്ലാ പൗർണമിയിലും ചന്ദ്രഗ്രഹണം ഉണ്ടാവുകയില്ല. ചന്ദ്രഗ്രഹണം നിരീക്ഷിക്കുന്നത് സുരക്ഷിതമാണോ എന്നൊരു ചോദ്യമുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം നിരീക്ഷിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണ്. ചന്ദ്രന് സ്വന്തമായി പ്രകാശമില്ല. സൂര്യപ്രകാശം പ്രതിഫലിക്കുകയാണ് ചന്ദ്രൻ ചെയ്യുന്നത്. ചന്ദ്രനിൽ നിന്നുള്ള വെളിച്ചം വളരെ തീവ്രത കുറഞ്ഞതും ദോഷകരമല്ലാത്തതുമാണ്. ഗ്രഹണ സമയത്ത് അതിൻ്റെ തീവ്രത വീണ്ടും കുറയുകയും ചെയ്യുന്നു. അതിനാൽ ചന്ദ്രഗ്രഹണം കാണുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ മാനത്ത് കാണുന്ന ചന്ദ്രൻ ആകെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഗ്രഹണം നടക്കുന്നുണ്ട് നമ്മുടെ യൂറോപ്പിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും ഏഷ്യയുടെ വേറെ ചില ഭാഗങ്ങളുള്ളവർക്ക് ഇത് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് അടുത്ത ചന്ദ്രഗ്രഹണം എന്നാണാവോ കാണാൻ സാധിക്കുകയെന്ന് അറിയില്ല. എന്തായാലും അമ്പിളിയമ്മാവൻ ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കണ നമ്മുടെ അമ്പിളിയമ്മാവനെ പകർത്തിയെടുത്ത് നമ്മുടെ ചങ്ങാതിയായിട്ടുള്ള അതിരപ്പള്ളിയിലെ റൂബിൻലാലാണ് കേട്ടോ.